is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. വിഴിഞ്ഞം പുതുകാലത്തിന്റെ വികസന മാതൃകയെന്ന് നരേന്ദ്രമോദി. ഇനി നാടിന്റെ പണം പുറത്തേക്കൊഴുകില്ലെന്നും പ്രധാനമന്ത്രി. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विഴിഞ്ഞം के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമെന്ന് മുഖ്യമന്ത്രി. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാരെന്ന് പിണറായി വിജയൻ. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിൻ്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണിത്. ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. കാലം കാത്തുവെച്ച കർമ്മയോഗിയാണ് പിണറായി എന്ന് VN വാസവൻ. കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രിയുടെ ഒളിയമ്പ്. വിഴിഞ്ഞം ഉദ്ഘാടനം ചിലരുടെ ഉറക്കം കെടുത്തുന്നുവെന്ന് മോദി. ശശി തരൂരും പിണറായിയും ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളാണല്ലോ എന്നും പ്രധാനമന്ത്രി. മന്ത്രി VN വാസവന്റെ പ്രസംഗവും ആയുധമാക്കി. ഇടതു സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്നത് നല്ല കാര്യമെന്നും മോദി. അവസാനിക്കാതെ വിഴിഞ്ഞം ക്രെഡിറ്റിനെ ചൊല്ലിയുള്ള വിവാദം. LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് പദ്ധതി നടപ്പിലായതെന്ന് മന്ത്രി P രാജീവ്. വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവെച്ച് VD സതീശൻ. പുലർച്ചെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ. പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് MM ഹസൻ. ചരിത്ര വസ്തുതകളെ വളച്ചൊടിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. നിയന്ത്രണ രേഖയിൽ വീണ്ടും പാക് പ്രകോപനം. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച് എന്നിവിടങ്ങളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നു. വാഗ അതിർത്തി തുറന്ന് പാകിസ്ഥാൻ. ഡൽഹിയിൽ കനത്ത മഴയിലും കാറ്റിലും 4 മരണം. വീടിന് മുകളിൽ മരം വീണ് ദ്വാരകയിൽ അമ്മയും 3 കുട്ടികളും മരിച്ചു. നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളക്കെട്ട്. വ്യോമഗതാഗതം തടസ്സപ്പെട്ടു. 2 ദിവസം കൂടി കനത്ത മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തലസ്ഥാനത്ത് റെഡ് അലർട്ട്. IPL-ൽ ഗുജറാത്ത് ഹൈദരാബാദ് പോരാട്ടം. മത്സരം രാത്രി 7:30 അഹമ്മദാബാദിൽ. പ്ലേ ഓഫ് ഉറപ്പിക്കാൻ ഗുജറാത്ത് ഇറങ്ങും.